നമസ്കാരം. കുറച്ചു മുന്നേ ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് ഒരു മാപ്പ് വാർത്തയാണ്. ഇടതുപക്ഷ പ്രവർത്തകനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഒരു UDF-കാരന് ജിൽസ് ഉണ്ണിമയ്ക്കൽ എന്ന പേരുള്ള വ്യക്തി അദ്ദേഹം അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്തയിൽ അതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞതല്ലായിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റി ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അതങ്ങനെ സംഭവിക്കാൻ കാരണം വാട്സപ്പിൽ ആ ദൃശ്യം കിട്ടിയപ്പോൾ അതിന്റെ ബ്രീഫായിട്ട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം കൊടുത്തിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് UDF പ്രവർത്തകൻ, ഇടതുപക്ഷത്തിലെ ഒരു വ്യക്തി, അതിൽ സുബിൻ ചിക്കു എന്നൊരാളുടെ പേര് വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ തെറി വിളിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാർത്ത ചെയ്തിരുന്നത്. ഇപ്പോൾ ആ വാർത്തയുടെ സംഭവവികാസം എന്താണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. ഹണി ഭാസ്കരൻ എന്നൊരു യുവ എഴുത്തുകാരിയുണ്ട്. ഈ എഴുത്തുകാരി ഈ അടുത്ത ദിവസം അവർ സോഷ്യൽ മീഡിയയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വരാജ് വിജയിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് താഴെയാണ് ജിൽസ് എന്ന UDF ഞരമ്പ് രോഗിയുടെ ചില പ്രതികരണം വന്നത്. നേരത്തെ സൈബർ പോരാളി എന്നുള്ള നിലയ്ക്ക് തെറി വിളിച്ചു എന്നായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഹണി റോസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ സ്വരാജും സുനിൽ പി ഇളയിടം മാഷും ഒപ്പം ഹണി ഭാസ്കറും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: ഇലക്ഷനിൽ ഈ ഒരാൾ മാത്രം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വ്യാജന്മാർ മുഴുവൻ പ്രാണരക്ഷാർത്ഥം തലയിൽ മുണ്ടിട്ട് പലരുടെയും കാല് പിടിക്കാൻ ഓടുന്നത് എന്തുകൊണ്ടായിരിക്കും? എതിരാളിയും അത്രയും ശക്തനായിരിക്കണം. രാഷ്ട്രീയ സത്യസന്ധത കൊണ്ട്, നിലപാടുകൾ കൊണ്ട് പാക്കലാം എന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കുറിച്ചതിന് പിന്നാലെ ഈ പോസ്റ്റിന് താഴെയാണ് നമ്മുടെ UDF-ന്റെ ഞരമ്പ് രോഗി, അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്, ജിൽസ് ഉണ്ണിമയ്ക്കൽ എന്ന വ്യക്തി മറുനാടന്റെ കടുത്ത ഫാനാണ്. മറുനാടന്റെ സ്വഭാവം തന്നെ ഈ ജിൽസിനുമുണ്ട്. അതേ വിഭാഗത്തിൽപ്പെട്ട ടീമാണ്. പ്രായം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ കണ്ടില്ലേ, അല്ലെങ്കിൽ ആ വീഡിയോയിൽ തന്നെ കണ്ടില്ലേ, 10-60 വയസ്സായി മകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. അവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ സ്വരാജിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു മറുപടി പറയാം. പക്ഷെ ഈ ഞരമ്പൻ എഴുതിയ മറുപടി എന്താണെന്നറിയോ? ബോഡി വെളിവില്ലാത്ത ഇറച്ചിപ്പിണ്ടമേ, അവൻ നിന്റെ പിമ്പായിരിക്കും അല്ലേ എടൂരുകാരി എന്നാണ് പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയാണ് സ്വാഭാവികമായിട്ടൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതി കൊടുക്കുമ്പോൾ തന്നെ യുവ എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് തന്നെ സൈബർ ഇടത്തിൽ ഇടതുപക്ഷ ആശയങ്ങൾ പലപ്പോഴും എഴുതാറുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവർ ആക്രമിക്കപ്പെടുമ്പോൾ, ഇത് സംഭവിക്കുമ്പോൾ കണ്ണൂരുള്ള സ്വദേശിനിയാണ് ഈ പറയുന്ന ഹണി. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിലുള്ള സഖാക്കൾ തന്നെ ജിൽസിനെ തേടി പോവുകയായിരുന്നു. ജിൽസിനെ തേടിപ്പോയി അദ്ദേഹത്തെ കൈയോടെ പിടിച്ചു നിർത്തി ആളില്ലാത്ത പ്രദേശത്ത് കൊണ്ടുപോയി ചില ആദരവെല്ലാം കൊടുത്തതിന് ശേഷം വീഡിയോ ഓൺ ചെയ്തപ്പോൾ അദ്ദേഹം ലൈവായിട്ട് പറഞ്ഞ മാപ്പപേക്ഷയാണ് നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത്. അതിന്റെ പരിപൂർണ വേർഷൻ കാണും. ഞാൻ നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്വരാജിന് അനുകൂലമായിട്ട് ഹണി ഭാസ്കർ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിന് എതിരായിട്ട് ഞാൻ ചില പരാമർശം നടത്തിയിരുന്നു. അതിൽ ഞാൻ മലബാധികം മാപ്പ് കൊടുക്കുന്നു. മാപ്പേ മറുനാടൻ മറുതേ പോലുള്ള ഞരമ്പ് രോഗം. എങ്ങനെ അയാളുടെ മഞ്ഞ വാർത്ത കേട്ട് തന്നെ വല്ലാതെ ഞരമ്പ് ഇങ്ങനെ മൂർച്ഛിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇറച്ചി പിണ്ടോ എന്നൊക്കെ പറയാൻ തോന്നും. കാര്യം വീട്ടിലുള്ള സ്ത്രീകളെയൊക്കെ ഇങ്ങനെയാണല്ലോ കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെമ്മാടിത്തം പറഞ്ഞതിനാണ് ആ നാട്ടിലെ സഖാക്കൾ നേരിട്ട് പോയി കണ്ടത്. അതിനാണ് നേരത്തെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരു സഖാവിന്റെ വീട്ടിലുള്ള ആളെയാണ് പറഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ വാർത്ത ചെയ്യേണ്ടി വന്നത്. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് ഒരിക്കൽ കൂടി അതിന്റെ വസ്തുത നാട്ടുകാരുടെ അടുത്ത് പറയണമെന്ന് തോന്നി. എന്തായാലും ആ ആദരവ് അർപ്പിക്കാൻ പോയ സഖാക്കളെ അഭിനന്ദിക്കുകയാണ്. കാര്യം കൂടെയുള്ള ഒരു സഖാവിന് ഈ ഒരു രീതിയിലുള്ള ഒരു സ്ത്രീ ആയിട്ട് പോലും ഈ രീതിയിലുള്ള ദുരനുഭവം നേരിടുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള മനസ്സ് കാണിച്ചില്ലേ? ഒപ്പം ആ UDF ഞരമ്പ് രോഗിയെ നാട്ടുകാർക്ക് മുഴുവൻ കാണിച്ചു കൊടുത്തില്ലേ? വീട്ടിലും പെൺമക്കളൊന്നും ഇല്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. കാര്യം ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ ഉള്ളിലെ ആ ഫ്രസ്ട്രേഷനും ഞരമ്പിനും കൂടി ചേരുമ്പോൾ ആളെ കാണുമ്പോൾ അതിന്റെ താഴെ കൂടെ കൊണ്ടുവന്ന് കുറിക്കുകയാണ്. എന്തുകൊണ്ട് ഇതിൽ മറുനാടൻ മറുതയുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നേരത്തെ മറുനാടൻ മറുതയും ഈ ഹണി ഭാസ്കരൻ എന്ന വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു കൊടുത്ത കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മെസ്സഞ്ചറിൽ ചെന്നിട്ട് ഹായ് ഹണി എന്നുള്ള നിലയ്ക്കൊക്കെ ഇദ്ദേഹത്തിന്റെ പഞ്ചാര വാക്കുകൾ അന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഹണി പുറത്തുവിട്ട ഒരു ചരിത്രം കൂടിയുണ്ട്. അതിന് പിന്നാലെയാണ് ആ മഞ്ഞ മനോരോഗിയുടെ ഫാനായിട്ടുള്ള മറ്റൊരുത്തൻ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. സ്വരാജിന് പിന്തുണ അർപ്പിച്ചു കഴിഞ്ഞാൽ തെറി വിളിക്കും അത്രേ, അധിക്ഷേപിക്കും അത്രേ. എന്ത് വേണം? വയറ് നിറച്ച് കിട്ടി. വയറ് നിറച്ച് വാങ്ങി കൂട്ടിയതിനു ശേഷം എത്ര മാപ്പ് വേണോ പറയാമേ, എത്ര ഷൂ വേണമോ നക്കാമേ എന്ന ആംഗിളിലായിരുന്നു. ഹണിയെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഷൂസ് ഒന്നും പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ജിൽസിന്റെ വീട്ടിൽ കൊണ്ട് ഇട്ടുകൊടുത്താൽ എല്ലാ ദിവസവും ഞാൻ ആ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിർവഹിക്കാമെന്നാണ്
കൊടുത്തിരിക്കുന്ന ഉറപ്പ്. എന്തായാലും ചില UDF-കാരന്മാരെ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാം കോട്ടയം കുഞ്ഞച്ചന്മാരാണ്. സ്ത്രീകളെ ആക്ഷേപിക്കുക, സ്ത്രീകൾക്കെതിരെ മോശം പദപ്രയോഗങ്ങൾ നടത്തുക, അങ്ങനെ അവരെ നിശബ്ദരാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില പ്രത്യേകതരം ജനമ്പന്മാർ ഈ സംവിധാനത്തിനകത്ത് ഉണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ജിൽസിനെ കൈയോടെ പിടിച്ച് മാപ്പ് പറയിച്ചതിലൂടെ തെളിയിച്ചിരിക്കുന്നത്. വീട്ടിനകത്തിരുന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു എന്നാണ്. വീട്ടിനകത്തിരുന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലുള്ള സ്ത്രീകൾ ഇതൊക്കെ സഹിക്കുമെങ്കിൽ അവരുടെ അടുത്ത് ചെയ്തോളണം. നാട്ടുകാരടുത്ത് ചെയ്യാൻ പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞു. നല്ല ആദരം ആ ആളില്ലാത്ത പ്രദേശത്ത് വെച്ച് കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ആദരത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെ വേണോ മാപ്പ് പറയാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ഓൺ ചെയ്തു കൊടുത്തത്. എത്ര വെടുപ്പിന് മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള ഊള പരിപാടികൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെ തന്നെയാണ് പ്രതികരണം കൊടുക്കേണ്ടത്. എതിരഭിപ്രായം പറയേണ്ടതല്ല. വീട്ടിലിരിക്കുന്നവരെ പുലഭ്യം പറയുക, സ്ത്രീകളെ അധിക്ഷേപിക്കുക, മോശം പറയുക എന്നുള്ള ചില മനോരോഗ പ്രവർത്തനങ്ങളുണ്ട്. അതിനുള്ള അർഹിച്ച ആദരം തന്നെയാണ് ഹണി ഭാസ്കരൻ എന്ന യുവ എഴുത്തുകാരി അധിക്ഷേപിച്ചതിന് ജിൽസ് ഉണ്ണിമാക്കാൻ കിട്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്.